അപ്പൊ നമുക്ക് ഇത് ഇപ്പോ ഉള്ള ജനറേഷൻ ആയ കാരണം തന്നെ നമുക്ക് പലതും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഓവർലോഡ് കാരണം നമുക്ക് എല്ലാതും അറിയാം. എന്ത് മൈൻഡിൽ ഉള്ള ഇമോഷൻസ് അത് പുറത്തോട്ട് വരാതെ പോയി കഴിഞ്ഞാല്, ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാല്, അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, ആ ഇമോഷൻസ് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആക്കി വെക്കും. ഓക്കെ, ഈ ഇമോഷൻ സ്റ്റോർ ആക്കുമ്പോൾ തുടക്കത്തിലൊക്കെ വരുന്ന പ്രശ്നങ്ങളാണ് എന്ത്, ഒരു ക്ഷീണം ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകുക, ഒരു ബേജാറ്, എന്തൊക്കെയോ ചെയ്യാനുണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയില്ല. പിന്നെ കുറെ മറവി വരുന്ന പോലെ തോന്നുക, ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നതൊക്കെ. പിന്നീട് ഇങ്ങനെ ഇത് റിപ്പീറ്റ് ആയതിനു ശേഷമാണ് എന്തായി വരാ, ഈ പ്രശ്നം ഫിസിയോളജി വിട്ടിട്ട് പറഞ്ഞ ഫങ്ഷണൽ ആയിട്ടുള്ള ആ വഴി വിട്ടിട്ട് കുറച്ചും കൂടി ഫിസിക്കൽ ലെവലിലായി വരാം. ഓക്കെ, അങ്ങനെയാണ് ഈ ആസിഡിറ്റി പോയിട്ട് അൾസറായി വരുന്നത്. ഓക്കെ, അൾസർ തന്നെ പോയിട്ട് ക്യാൻസർ ആയി വരുന്നത്. ഫൈൻ. അങ്ങനെ തന്നെ നമ്മുടെ പെയിൻസ് ഒക്കെ തുടക്കത്തിൽ TMS ആയിട്ട് ഉള്ള സാഹചര്യത്തിൽ വരും, പിന്നീടൊക്കെ പെയിൻസ് ഉണ്ടാകും, ഗൗട്ട് വരും, ആർത്രൈറ്റിസ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ പലതും വരുന്നത്. അപ്പൊ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇമോഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ നമ്മൾ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ നമ്മൾ റിപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താകുന്നുണ്ട്, അത് ഫിസിക്കൽ ലെവലിലോട്ട് വരുന്നുണ്ട് എന്നത്. പക്ഷെ മൈൻഡിലുള്ള പ്രശ്നം എവിടുന്നാ വരുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തയുണ്ട്. വെരി നൈസ്. സോ നമ്മുടെ എല്ലാ സംഗതികളുടെയും ബേസ്, നമ്മുടെ മൈൻഡ് എന്തൊക്കെയാണോ ഇട്ട് കളിക്കുന്നത് അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ തോട്ട് ആയിരിക്കും, അല്ലേ? തോട്ട് പക്ഷെ നമ്മുടെ കൺട്രോളിലാണോ? തോട്ട്സ് കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണോ എന്ന് ചോദിച്ചാല് നോട്ട് കംപ്ലീറ്റ്ലി, ഇറ്റ് ഡിപ്പെൻഡ്സ്. പല തോട്ട്സും നമ്മൾക്ക് സബ് കോൺഷ്യസ് ആയിട്ട് വരുന്ന സംഗതികളും ഉണ്ട്. ഇത് വേറെ കാര്യം. എന്ത്, നമ്മുടെ അടുത്ത് ഉള്ള തോട്ട്സ് നമ്മൾ വേണമെങ്കിൽ അതിനെ ഗൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ചില തോട്ട്സ് നമ്മളായിട്ട് ഇൻഡ്യൂസ് ചെയ്യാൻ പറ്റും, സജഷൻ കൊടുത്തിട്ട്, അഡ്വൈസ് കൊടുത്തിട്ട്, റൈറ്റ്? നമ്മൾക്ക് തന്നെ നമ്മളോട് സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ വിൽ ഉണ്ടാവൂലെ, നമുക്ക് ചോയ്സ് തന്നിട്ടുള്ള ജീവികളല്ലേ നമ്മള്. ബാക്കി എല്ലാ ജീവജാലങ്ങളിന് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എന്താണ്, നമ്മൾക്ക് വിൽ ഉണ്ട്, ഒരു ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ കപ്പാസിറ്റി ഉണ്ട്. കംപ്ലീറ്റ്ലി നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ പോലും ചിലത് നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ടു സം എക്സ്റ്റെന്റ്. കാരണം നമ്മളുടെ അടുത്ത് ഒരു ചോയ്സ് ഉണ്ട്, ഒരു വിൽ ഉണ്ട്, റൈറ്റ്? അതിന്റെ ഒരു ഓപ്ഷൻ നമ്മൾക്കുണ്ട് ആസ് എ ഹ്യൂമൻ ബീങ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നെഗറ്റീവ് തോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ത്രൂ പ്രാക്ടീസ്, ഓക്കെ, പ്രാക്ടീസിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് തോട്ട് പാറ്റേൺ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. ഫൈൻ. പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റുക? ഒരു പ്രാവശ്യം ചെയ്താലോ 2 പ്രാവശ്യം ചെയ്താലോ ആകോ ഈ സംഗതി? ഇല്ല. ജസ്റ്റ് ലൈക്ക് ഇപ്പൊ നമ്മൾ എക്സസൈസ് ചെയ്യാണെന്ന് വിചാരിച്ചോളി. ഓക്കെ, നമ്മൾ ഇതുവരെ പുഷപ്പ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് പോയിട്ട് പുഷപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എടുങ്ങാറുണ്ടാവും, അടുത്ത ദിവസം നല്ല വേദന ഉണ്ടാവും. ഓക്കെ, വേദന ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിന്റെ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത് സെക്കൻഡ് ഡേ, തേർഡ് ഡേ ആയിട്ട്. പക്ഷെ അതിനുശേഷം പിന്നീട് നമ്മൾ എന്നാലും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, എത്ര പ്രശ്നം ഉണ്ടായിട്ടും നമ്മളത് കണ്ടിന്യൂ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താകും, നമ്മളുടെ ബോഡി അഡാപ്റ്റ് ചെയ്യും പുഷപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൈറ്റ്? മൗണ്ടെയിൻ ക്ലൈംബിങ്, അത്ലീറ്റ്സ് ഒക്കെ എങ്ങനെ സ്വയത്തിന്റെ ബോഡിന്റെ മേലെ കൺട്രോൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ തന്നെ നമ്മൾ നമ്മളുടെ മൈൻഡിനെ, നമ്മളുടെ വിൽ പവറിനെ വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. ഓക്കെ, ഒരു കപ്പാബിലിറ്റി ആണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ മൈൻഡിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നല്ലേ നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇന്നിപ്പോ നമുക്കറിയാം, ചെറിയ ചെറിയ കുട്ടികളായി കഴിഞ്ഞാൽ പോലും ഒരു ടീനേജ് ഇയേഴ്സിന്റെ മുമ്പ് തന്നെയും ചില ആൾക്കാർക്ക് എന്താകുന്നുണ്ട്, ഡയബറ്റീസ്, ഷുഗറിന്റെ പ്രശ്നം, പ്രഷറിന്റെ പ്രശ്നം, കൊളസ്ട്രോളിന്റെ ഇഷ്യൂസ്, ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പോയ ജനറേഷൻസ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ വലിയപ്പാരുടെ ജനറേഷൻ, അല്ലെങ്കിൽ അവരുടെ മുപ്പാരുടെ ഉമ്മാരുടെ ജനറേഷൻ, അവരുടെ ജനറേഷനിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് നിങ്ങൾക്ക് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഇത് ഹിയറിഡിറ്ററി ആണെന്നല്ലേ നമ്മൾ പറയുന്നത്. അത് ഫുഡ് ഹാബിറ്റ് അല്ലേ? എങ്ങനെ? ഫുഡ് ഹാബിറ്റ് അല്ലേ? ലൈഫ് സ്റ്റൈല്. ഫുഡ് ഹാബിറ്റ്. ഓക്കെ, ലൈഫ് സ്റ്റൈൽ, ഫുഡ് ഹാബിറ്റ്.
പണ്ടുള്ളവരങ്ങനെ ഡോക്ടേഴ്സ് അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകൂല, അത് ശരിയാണ്. പക്ഷെ യുനോ കൂടുതലും ഷുഗർ എന്ന പ്രശ്നം, ഡയബറ്റീസ് ഉള്ള പ്രശ്നമുള്ള ആൾക്കാർ മരിക്കുന്നത് ഷുഗർ കൂടിയ കാരണമല്ല, ഷുഗർ കുറയുന്ന കാരണമാണ്. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് സിംറ്റം പാറ്റേൺസ് എങ്കിലും മാച്ച് ആകുമല്ലോ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഇതിന് വരുന്നേ. പണ്ട് കാലത്ത് നന്നായിട്ട് ജോലി ചെയ്യും, അതായത് അമ്മിക്കല്ല് അരക്കുക, അങ്ങനെ മെഷീൻസ് ഇല്ലാതെ. അതുകൊണ്ട് അങ്ങനെ പ്രയാസമായിട്ട് തോന്നില്ല എന്നാ തോന്നുന്നത്. ഓക്കെ, നൈസ്, താങ്ക് യു. അപ്പോ ലൈഫ് സ്റ്റൈൽ പാറ്റേണിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി ആയിട്ടുള്ള ഇത് വരുമ്പോൾ നമ്മൾ ഷുഗറിനൊക്കെ എന്താ പറയാ ബേൺ ഔട്ട് ചെയ്യാൻ പറ്റും, കാലറീസിനെ ബേൺ ഔട്ട് ചെയ്യുമ്പോൾ അതാകും, അതൊക്കെ ഓക്കെ. പക്ഷെ വേറൊരു സംഗതിയും കൂടിയുണ്ട്. ഓക്കെ, ഒരു ഇന്നെവിറ്റബിൾ ആയിട്ടുള്ളത് നമ്മൾ അത്രയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കാത്ത ഒരു ഫാക്ടറും കൂടിയുണ്ട് ഇവിടെ കിടക്കുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലത്തെ ആൾക്കാരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിൾ ആയിരുന്നു. ഓക്കെ, സിമ്പിൾ എന്ന് പറഞ്ഞാല് ബേസിക് ഫുഡ് ഷെൽട്ടർ ക്ലോതിങ് ഈ ബേസിക് ആയിട്ടുള്ള സംഗതികളുടെ മേലെയാണ് ഫോക്കസ് അവരുടെ കൂടുതലും പോവാം. അതുമല്ല, പിന്നെ അവര് സിമ്പിൾ ലൈഫാണ്, റൈറ്റ്? ലൈഫ് സ്റ്റൈൽ, ഭക്ഷണമായാലും സിമ്പിൾ ആണ്, ലൈഫ് സ്റ്റൈലും സിമ്പിൾ ആണ്, അവരുടെ ചിന്താ രീതികളും സിമ്പിൾ ആണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്താണ്, നമ്മളൊരു ഗ്ലോബൽ വില്ലേജ് ആയില്ലേ. ഇപ്പോ നമുക്ക് വലിയ എന്താ പറയാ കിലോമീറ്റേഴ്സ്, മൈൽസിന്റെ ദൂരം പോലും അത്രയ്ക്ക് വലിയ ദൂരമായി തോന്നൂല. കാരണം നമ്മൾ നേരിട്ടിപ്പോ ഈ പാർട്ടിസിപ്പൻസിൽ തന്നെ നമ്മളൊക്കെ എവിടെയൊക്കെ കിടക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ എന്നാലും കൂടെ വന്നിട്ട് ഈ നേരിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്, റൈറ്റ്? അപ്പൊ നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ആയി. അത് ഗ്ലോബൽ വില്ലേജ് വരുന്ന സമയത്ത് തന്നെ നമ്മളുടെ സ്ട്രെസ്സും കൂടി, റൈറ്റ്? അപ്പൊ ഈ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ ഒരു സിമ്പിൾ ലിവിംഗ് മാറിയിട്ട് ഒരു സർവൈവൽ മോഡിലോട്ട് വരാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡീനെ നാച്ചുറൽ പാരസിമ്പത്തറ്റിക് റിലാക്സ്ഡ് സ്റ്റേറ്റ് മാറ്റിയിട്ട് ഒരു സർവൈവൽ മോഡിലോട്ട് കൊണ്ടുവരാണ്. ആ സർവൈവൽ മോഡിൽ നമ്മൾ എത്ര നേരം നിൽക്കുന്നോ അത്രയ്ക്ക് നമ്മുടെ എല്ലാവരുടെ ജീൻസിലും ഉണ്ടല്ലോ ഹിയറിഡിറ്ററി ആയിട്ട് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള സംഗതികളും ഉണ്ടാകും, പിന്നെ കുറച്ച് പോസിറ്റീവ് അല്ലാത്ത സംഗതികൾ ഉണ്ടാവും. ഓക്കെ, ഡിസീസ് പാറ്റേൺസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമ്മുടെ എല്ലാവരുടെ ജീൻസിലും ഉണ്ട്. പക്ഷെ ചിലരിൽ അത് കണ്ടുവരുന്നുണ്ട് പുറത്തോട്ട്, എന്നാൽ ചിലരിൽ അത് കണ്ടുവരൂല. അതെന്താ കാരണം? ചില ആൾക്കാരിൽ അത് പുറത്തോട്ട് കണ്ടുവരണമെങ്കിൽ ട്രിഗേഴ്സ് വേണം. ഓക്കെ, ഈ ട്രിഗറും ഇമോഷണൽ ട്രിഗറും തമ്മിൽ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇമോഷണൽ ട്രിഗർ എന്ന് പറഞ്ഞാല് ഇപ്പൊ ആരെങ്കിലും വന്നു, അല്ലെങ്കിൽ ഇപ്പോ ഫൗസി എന്നോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിച്ചോളി, എനിക്കത് പറ്റിയില്ല, എനിക്കത് പൊള്ളി, അപ്പൊ ഞാന് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചൊന്ന് സമയം എടുത്തിട്ട് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, പക്ഷെ ഫൗസിയ പറഞ്ഞ ചില വാക്കുകളായിരിക്കും എനിക്ക് ട്രിഗർ ആയി വരുന്നത്. അത് മൊമെന്ററി ആണ്, ടെമ്പററി ആണ്. വേണമെങ്കിൽ ഞാൻ അതിനെ ലോങ് ആയിട്ട് എടുക്കാൻ പറ്റും. ലൈക്ക് ഇപ്പൊ ഫൗസി ഒരു സംഗതി പറഞ്ഞു എന്നോട്, ഡോക്ടർ സുമയ്യ അല്ലെങ്കിൽ സുമയ്യ നിങ്ങൾ ഇട്ടിരുന്ന പച്ച തട്ടൻ തീരെ രസം ഉണ്ടായിരുന്നില്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ്സ് മൈ വിഷ്, ഞാൻ വേണമെങ്കിൽ അനക്കെല്ലാം ഇഷ്ടപ്പെടാതെ പോയത് പ്രശ്നമല്ല എന്ന നിലക്ക് നമ്മൾ വിൽക്കാൻ പറ്റും. ഓക്കെ, അവിടെ അത് തീർന്നു, ഫൈൻ. പക്ഷെ ഇതേ സംഗതിനെ നമ്മൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് എടുക്കാനും പറ്റും. ഓൾ അങ്ങനെ പറഞ്ഞില്ല അന്ന്. ഓക്കെ, 29 ഡിസംബറിന് 2025 2026 എന്തായാലും നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താകും, എനിക്ക് ഫൗസിയാന്റെ കുറിച്ചുള്ള റിസെന്റ്മെന്റ് അത് മനസ്സിൽ കിടക്കും. അതല്ലാതെ ഞാൻ എന്റെ സ്റ്റേറ്റില് ഒരു പോസിറ്റീവ് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റിൽ നിന്ന് മാറിയിട്ട് എന്തായി വരികയാണ്, ഒരു നോട്ട് സോ ഗുഡ് സ്റ്റേറ്റിലോട്ട് പോവാൻ. അപ്പോഴാണ് നമ്മളുടെ തോട്ട്സ് നെഗറ്റീവായിട്ട് വരാൻ തുടങ്ങുക. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു പുതിയ സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഗതി. ഓക്കെ, നമ്മളുടെ തോട്ട്സ് ഒക്കെ വരുന്ന നമ്മൾ പറഞ്ഞില്ലേ, ഒന്നുണ്ട് വോളണ്ടറി ആയിട്ട് കൊടുക്കുന്ന തോട്ട്സ്, അത് നമ്മളായിട്ട് പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരു ഇന്റർവെൻഷൻ ആണ്. അതല്ലാതെ ഒരു സംഗതി ഉണ്ട്, തോട്ട്സ് എന്താ പറയാ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത തോട്ട്സ് ഉണ്ടല്ലോ, അത് വരുന്ന എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് നിന്നാണ്, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്നാണ്. സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക്? ഹാലിന്റെ കുറിച്ച് ഈ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈഗോ സ്റ്റേറ്റ് ആണ് കിടക്കുന്നത്.
ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതാണ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ മൈൻഡിന്റെ കപ്പാസിറ്റി തന്നെ നമ്മൾ പറയുന്നത് പോലെ 10% നമ്മുടെ മൈൻഡിന്റെ മൊത്തം കപ്പാസിറ്റിന്റെ ആകെ 10% നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഓക്കെ, ബാക്കി 90% കിടക്കുന്നത് എന്താണ്, അത് ഡാർക്ക് സിറ്റുവേഷനിലാണ് കിടക്കുന്നത്. പറഞ്ഞാൽ നമ്മളുടെ അവയർനെസ്സിലില്ല എന്നതാ പറയുന്നത്, ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അല്ല ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ അവയർനെസ്സിൽ അല്ലാത്ത സംഗതിയാണ് ഈ 90% കിടക്കുന്നത്. ഈ 90%ൽ ചിലതുണ്ട് നമ്മൾ കോൺഷ്യസ്നെസ്സിലോട്ട് പറഞ്ഞാൽ നമ്മളുടെ അവയർനെസ്സിലോട്ട് തീരെ കൊണ്ടുവരാൻ പറ്റാത്ത. ഓക്കെ, സംതിങ് ലൈക്ക് നമ്മളുടെ ജനറേഷണൽ ആയിട്ടുള്ള സംഗതി. ഇപ്പൊ ജനറേഷനിൽ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏകദേശം പറയാൻ പറ്റുമല്ലോ എന്റെ പേരൻസ് എവിടുന്നായിരിക്കും, അല്ലെങ്കിൽ എന്റെ ഗ്രാൻഡ് പേരൻസ് എവിടുന്നായിരിക്കും അല്ലെ. എന്റെ ബോഡി കളർ ആയാലും എന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആയാലും നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇത് ഇന്ത്യൻ ആണ്. നിങ്ങൾ എന്നെ കണ്ടു കഴിഞ്ഞാല് ആഫ്രിക്കൻ എന്ന് പറയൂല, എന്നാ ഇംഗ്ലീഷ് ഒന്നും പറയൂല. പറയോ? ആരെങ്കിലും അങ്ങനെ പറയോ? കേൾക്കട്ടെ. ഇല്ല, പറയൂല. കാരണം എന്താണ്, നമുക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സും എന്റെ ലുക്ക് കാര്യങ്ങളൊക്കെ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഓക്കെ ഇത് ഇവിടെ നിന്നാണ് വരുന്നത്. അത് നമ്മൾ ത്രൂ എക്സ്പീരിയൻസ് വന്നതാണ്. അതല്ലാതെ നമ്മളുടെ ബോഡി ചില മെമ്മറി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പറഞ്ഞ നമ്മളുടെ സെൽസ് ഇപ്പോ ഇതേ പാറ്റേണിൽ എന്തിനാണ് എന്റെ ബോഡി ഉണ്ടായി വന്നത്. ഇപ്പൊ നമ്മൾ എല്ലാവരിലും നമ്മൾ കാണാനൊക്കെ ഇന്ത്യൻസിന്റെ പോലെ തന്നെയല്ലേ, ബിക്കോസ് വി ആർ ഇന്ത്യൻസ് ബേസിക്കലി. പക്ഷെ അത് വരുന്നത് എന്തുകൊണ്ടാണ്, ജനറേഷണൽ ആയിട്ടുള്ള ബോഡി ഫിസിക്കൽ ഫീച്ചേഴ്സ് അത് നമ്മുടെ ബോഡിയിൽ കാണുന്നുണ്ട്. അപ്പോ മൊത്തം നമ്മളുടെ പറഞ്ഞ ആദം അലൈഹിസ്സലാമിന്റെ സമയത്തെടുത്ത് തുടങ്ങിയിട്ട് പറഞ്ഞ ആദ്യ മനുഷ്യന്റെ സമയം തൊട്ടിട്ട് ഇതുവരെയുള്ള നമ്മളുടെ എന്തൊക്കെ പാറ്റേൺസ് ഉണ്ടോ ആ ജീനൊക്കെ അതിന്റെ എല്ലാ ഇൻഫർമേഷൻസ് നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പാറ്റേണിൽ കിടക്കുന്നുണ്ട്. അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അക്കാരണം കൊണ്ട് ഞാൻ പറഞ്ഞത് എന്ത്, നമ്മൾ എല്ലാവരുടെ ജനറ്റിക് പാറ്റേൺസിലും എന്തുണ്ട്, പോസിറ്റീവ് ആയിട്ടുള്ള സംഗതികളും ഉണ്ട്, എന്നാൽ ഡിസീസ്ഡ് ആയിട്ടുള്ള പാറ്റേൺസും കിടക്കുന്നുണ്ട്. പക്ഷെ അത് ലൈം ലൈറ്റിൽ വരൂല. നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ട്രിഗർ കൊടുത്താലേ അത് ലൈം ലൈറ്റിൽ വരുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഫിസിക്കൽ ഫീച്ചർ. അതേപോലെ നമ്മളുടെ മെന്റൽ ഇതുണ്ടാവൂലേ, പറഞ്ഞ മൈൻഡിൽ പോലും നമ്മുടെ ബാക്കി 90% അൺകോൺഷ്യസ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ അൺകോൺഷ്യസ് സ്റ്റേറ്റില് ചിലതുണ്ട് നമ്മളുടെ ജനറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ബിലീഫ്സ് അല്ലെങ്കിൽ പാറ്റേൺസ്, ഇതൊക്കെ ജനറേഷണൽ ആയിട്ടുള്ള ട്രോമാസ് എല്ലാതും നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അക്കാരണം കൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ ചില അനുഭവങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങൾ ട്രിഗർ ആകുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ അറിഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത് നമുക്ക് അറിയേണ്ടത്. കാരണം എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റമിന് നമ്മുടെ മൈൻഡിന് ഓൾറെഡി ഇതിന്റെ കുറിച്ചൊക്കെ വിവരമുണ്ട്, നമുക്ക് അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഉള്ളിൽ അത് കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിടക്കുന്ന ഒരു ഹിഡൻ വോൾട്ട് ആണ്. ഓക്കെ, എന്ത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്. സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിന്റെയും അൺകോൺഷ്യസ് മൈൻഡിന്റെ ഇടയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജ്. ഓക്കെ, നമ്മൾ ഈ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ GTA YCT ഒക്കെ കളിക്കുന്ന സമയത്ത് ഒരു ചീറ്റ് കോഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടാവും. ആ ചീറ്റ് കോഡാണ് എന്ത്, ഈ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പൊ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കോൺഷ്യസ് മൈൻഡിലൂടെ നമ്മൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിനെ തൊട്ട് പ്രൊവോക്ക് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അത് അങ്ങനെ പ്രവർത്തിപ്പിക്കുന്ന ഭാഗം ഉണ്ടല്ലോ മൈൻഡിന്റെ, അതാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് എങ്ങനെയാണ്, മൈൻഡ് എന്ന് പറഞ്ഞാല് ഒരു വീടാണെന്ന് വിചാരിച്ചോളി. പക്ഷെ ആ വീടിനെ മൊത്തം കവർ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്, അതാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ഹാൽ എന്ന് പറഞ്ഞാല് ആ ഹാൽ, നമ്മൾ ഏത് ഹാലിലാണോ ആ ഹാലിനാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള തോട്ട്സ് വരാം. ഓക്കെ, നമ്മളുടെ ബോഡി കംപ്ലീറ്റ്ലി അങ്ങനത്തെ ആയിട്ടുള്ള സംഗതിയിൽ ഉണ്ടാകും. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് യു ടു വാട്ട് ആർ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയും അതിനെ. തോട്ട്സ് എന്ന് പറഞ്ഞാലും നമ്മളുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും ഇതൊക്കെ എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. ഓക്കെ,
ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മള് ഭൗതികമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്, നമ്മൾക്ക് നൂറിന്റെ ഭാഗവും നമ്മളുടെ ഉള്ളിലുണ്ട്, റൈറ്റ്? ആ 100ന്റെ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് എനർജീന്റെ ഭാഗം, എനർജി സ്റ്റേറ്റിന്റെ ഭാഗം, ഓക്കെ? അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, നമ്മളുടെ പാറ്റേൺസ്, ഫ്രീക്വൻസീസ്, ഓക്കെ? അപ്പോ നമ്മൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും താഴെ കാണുന്ന എന്താണ് കാണിക്കുന്നത്? ഷേം എന്നല്ല കാണിക്കുന്നത്, 20 എന്ന് എഴുതിയിട്ടുണ്ട്. നമ്പർ അതിനെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുള്ളത് 20 എന്നതാണ്. 20 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് കേട്ടോ, ഓക്കെ? ആ എനർജീന്റെ പറഞ്ഞ നമ്മളുടെ എനർജീന്റെ ഫ്രീക്വൻസി 20യിൽ കിടക്കുമ്പോൾ നമ്മൾ ഷേമിന്റെ സ്റ്റേറ്റിലാണ് കിടക്കുക. ഷേമിന്റെ സ്റ്റേറ്റിൽ കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനത്തെ ആൾക്കാര് എന്ത് നല്ല സാഹചര്യത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഏത് സാഹചര്യത്തിലും അവര് തിരിച്ച് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ദ തോട്ട്സ് ദാറ്റ് കംസ് ടു ദെയർ മൈൻഡ് ബൈ ഡിഫോൾട്ട് അവരുടെ ഉള്ളിൽ ഷെയിമിന്റെ തോട്ട്സേ വരുള്ളൂ. ഓക്കെ, അവര് നല്ലൊരു സംഗതി ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് ഇത് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാല് ഞാൻ നാണം കെടൂലേ എന്നൊക്കെയാണ് അവർക്ക് തോട്ട്സ് വരാം. ഓൾസോ അവർ ചെയ്യുന്ന സംഗതി അത്രയ്ക്ക് നാണക്കേടുള്ള സംഗതി ആയിരിക്കൂല, ചിലപ്പോൾ നല്ല കാര്യങ്ങളും ആയിരിക്കാം. പക്ഷെ ഫോർ സം റീസൺ അവര് സ്റ്റേറ്റ് ഷെയിമിൽ കിടക്കുന്ന കാരണം, അവരുടെ എനർജി സ്റ്റേറ്റ് തന്നെ ഫ്രീക്വൻസി 20യിൽ കിടക്കുന്ന കാരണം എന്താകും? അവരുടെ എല്ലാ തോട്ട്സും ഷെയിം ലെവലിലാണ് വരിക. ഓക്കെ, നമ്മളിവിടെ പാർട്ടിസിപ്പൻസ് ഓൾമോസ്റ്റ് 50 പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഓക്കെ, നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതി പറഞ്ഞുതരാം. നമ്മളൊക്കെ മിനിമം 200 ഫ്രീക്വൻസിന്റെ അടുത്തോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കിടക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. വൈ? ബിക്കോസ് ഓക്കെ, ഇങ്ങനത്തെ ഒരു ടോപ്പിക് ഉണ്ട്, നമ്മൾ ചൂസ് ചെയ്തിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടുന്ന് എന്തെങ്കിലും കാശായിട്ട് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? ഓക്കെ, സെൽഫ് ഇംപ്രൂവ്മെന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അതിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക, ഡെവലപ്പ് ചെയ്യാൻ പറ്റുക, ആ തോട്ട് പ്രോസസ്സിനല്ലേ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ കിടക്കുന്നത് എവിടെയാണ്? കറേജ് 200 ഫ്രീക്വൻസി കാണുന്നുണ്ട് ഇവിടെ. ഈ ലെവലിലാണ് നമ്മൾ എല്ലാവരും കിടക്കുന്നത്. ചിലർ മേലൊക്കെ ഉണ്ടാകും കേട്ടോ, നമ്മൾ എക്സാക്ട്ലി പറയാൻ പറ്റൂല. പക്ഷെ മിനിമം ഇവിടെയുള്ള 50 പാർട്ടിസിപ്പൻസ് മിനിമം 200 ഫ്രീക്വൻസിയിലാണ് കിടക്കുന്നത് അതിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? എന്താ പറയാ, ഈ ലെവലില് ഗെറ്റിംഗ് ബൈ പറഞ്ഞ ജീവിതം അങ്ങനെ പോകുന്നുണ്ട്, കുറച്ചൊന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നൊരവസ്ഥയിലാണ് എല്ലാവരുടെയും മൈൻഡ് സെറ്റ് പോകുന്നത്. അതേ തോട്ട് പാറ്റേൺ ആണ് നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യുക. ഓക്കെ, എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ഇപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കുക എന്താണ്? ഓക്കെ, ഇത് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പേടിയുണ്ട്, എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, ഇതാണെങ്കിലും ഇതാ അല്ലെങ്കിലോ പറഞ്ഞ അങ്ങനത്തെ ഒരു എന്താ പറയാ, ഖുറാനിക് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ നഫ്സുൽ ലവ്വാമ എന്ന സ്റ്റേറ്റിലാണ് പറഞ്ഞ, നമ്മൾ സെൽഫ് ഇൻട്രോസ്പെക്ഷന്റെ സ്റ്റേറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ത് കറേജ് സ്റ്റേറ്റിൽ ഉണ്ടാകുക. കറേജ് സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ തോട്ട് പാറ്റേൺസ് അങ്ങനെ ആയിട്ടാ വരാം. നമ്മൾ സ്വയത്തെ എപ്പോഴും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും, റൈറ്റ്? എങ്ങനെ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ലേ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ, തൃപ്തിപ്പെടുത്തുന്നതാണോ, നമ്മൾ നല്ല സ്റ്റേറ്റിലാണോ അല്ലയോ എന്നതൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോ ബേസിക്കലി പറഞ്ഞു വരുന്നത് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് എനർജിയാണ്, സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഇതിന് ഏതിലാണ് നമ്മൾ കിടക്കുന്നത് അതായിരിക്കും ഡിസൈഡ് ചെയ്യുക നമ്മളുടെ തോട്ട്സ് എവിടെയാണ് പോകുന്നത് എന്നത്. നമ്മൾ ഇവിടെ കാണിക്കുന്ന ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്ന എഴുതിയിട്ടുള്ളതില്ലേ, ഷെയിം, ഗിൽട്ട്, അപ്പാത്തി, ഗ്രീഫ്, ഫിയർ, ഡിസയർ എന്നതൊക്കെ പറയുന്നത് ഇതൊക്കെ നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് എനർജി സ്റ്റേറ്റിന്റെ കോൺഷ്യസ്നെസിന്റെ സ്റ്റേറ്റ് ആണ്. ഫൈൻ, ആ സ്റ്റേറ്റ് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ കിടക്കുന്നത് ആ സ്റ്റേറ്റ് ആണ് ഡിസൈഡ് ചെയ്യുക നമ്മുടെ തോട്ട്സ് എങ്ങനെ വരുന്നത് എന്നത്. ഓക്കെ, പറഞ്ഞാൽ ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ 100ലാണ് കിടക്കുന്നത് വിചാരിച്ചോളി, ഫിയർ സ്റ്റേറ്റ് ആണ് കിടക്കുന്നത് വിചാരിച്ചോളി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഏത് സാഹചര്യത്തിലായി കഴിഞ്ഞാലും നമുക്ക് എന്താകും? പേടിയായിരിക്കും. എല്ലാ തോട്ട്സും പേടി ലെവലിനാ വരാം. ഓക്കെ, അത് എത്രയ്ക്കെന്ന് പറഞ്ഞാൽ പാവങ്ങളായിരിക്കും കേട്ടോ സാധുക്കൾ. നമുക്ക് അതിനെ കുറിച്ച് ചിന്തിച്ചാൽ പോലും സങ്കടം തോന്നും. എന്താന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാവും നമ്മുടെ മുന്നിൽ, ഓക്കെ, പക്ഷെ അത് ഉണ്ടായിരിക്കെ തന്നെ അവർക്ക് പേടി എന്തായിരിക്കും? ഈ ഭക്ഷണം എന്റെ കയ്യിൽ നിന്ന് പോയാലോ. പിന്നെ പറയാം,
ഒറ്റ മിനിറ്റ്. അത് എങ്ങനെ നമ്മൾ ആ മെഷർമെന്റ് ഓരോ ലെവലിൽ നമ്മൾ എങ്ങനെ അസസ് ചെയ്യുക? ഇത്രയാണ് നമ്മൾ 20 ആണ്, അല്ലെങ്കിൽ നമ്മളെ പിന്നെ കറേജ് 200 ആണ്, ഫിയർ 100 ആണ്, ഒക്കെ ഒരു ലെവൽ വെച്ചിട്ടുണ്ടല്ലോ. നമ്മളെ ആ ലെവലിൽ എങ്ങനെയാണ് നമ്മൾ എത്തിച്ചേരുന്ന, നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണ്? ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ, താങ്ക് യു ഫോർ ആസ്കിങ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത് നമുക്ക് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് കിടക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മള് ഉള്ളിലോട്ട് നോക്കണം. പറഞ്ഞാൽ നമ്മളുടെ തോട്ട്സിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, ചില ആൾക്കാർ അതിനെ മെഡിറ്റേഷൻ എന്ന് പറയും, ചില ആൾക്കാർ സൈലൻസ് എന്ന് പറയും, ഓക്കെ, ചിലര് ദിക്ർ എന്ന് പറയും, ഓക്കെ, മുറാഖബ എന്ന് പറയും, പല പേരുകളിൽ നിന്നും വിളിക്കുക. അതൊക്കെ മാറ്റി വെക്കുക. ഈ പേരുകള് ലേബിൾസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ബേസിക്കലി ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുണ്ടല്ലോ എല്ലാ ദിവസത്തില് ഒരു 98 to 99% നമുക്ക് വരുന്ന തോട്ട്സ് എല്ലാതും റെപ്പിറ്റേറ്റീവ് ആണ്. ഓക്കെ, ഒരേപോലത്തെ തോട്ട്സ് ആണ് നമ്മൾ എന്താ പറയാ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാല് നമ്മളെ അത്രയ്ക്ക് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും അവര് ഇന്ന സാഹചര്യത്തിൽ ഇന്നതാണ് ചിന്തിച്ചിട്ടുണ്ടാകുക എന്നത്. ഓക്കെ, പല ആൾക്കാർക്കും ഈ ഒരു ഡൗട്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾ എപ്പോഴെങ്കിലും ഹോമിയോപാത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പക്ഷെ ഒരു ഹോമിയോപാത്തിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മരുന്ന് തരുന്നതിന്റെ മുമ്പേ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കും. നിങ്ങളെ ഉള്ളും പുറവും നമ്മൾ കംപ്ലീറ്റ്ലി മനസ്സിലാക്കാൻ നോക്കും. അതെന്തിനാ ചെയ്യുന്നത്? കാരണം നിങ്ങൾ ആസ് എ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അത് എവിടെ കിടക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലും നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് പിടിച്ചെടുക്കാൻ പറ്റും. അതനുസരിച്ചാണ് നിങ്ങൾക്ക് മരുന്ന് തരുന്നത്. അപ്പോ ബേസിക്കലി ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയായിട്ടാ വരാന്ന് പറഞ്ഞാല്, നമ്മളുടെ തോട്ട്സിനെ തന്നെ ഒബ്സർവ് ചെയ്യുക, അവയർനെസ്സിലോട്ട് കൊണ്ടുവരാം. എല്ലാ തോട്ട്സും ഇൻവോളണ്ടറി ആയിട്ട് സംഭവിക്കുന്നില്ല. നമ്മളുടെ കൺട്രോളിൽ അല്ലാതെ സംഭവിക്കുന്ന തോട്ട്സ് എന്തിനാണ് അങ്ങനെ ആകുന്നത്? കാരണം നമ്മൾ അതിനങ്ങനെ വിടുന്നു, റൈറ്റ്? നമ്മൾ അതിന് അവയർനെസ്സിലോട്ട് കൊണ്ടുവരുമല്ലോ. ഓക്കെ, എനിക്കിപ്പോ വന്ന തോട്ട് എന്താണ്? കുറച്ചൊരു തണുപ്പുണ്ട്. അപ്പോ പിന്നെ വന്ന തോട്ട് എന്താണ്? എനിക്കിപ്പോ വെള്ളം വേണോ എന്ന കാര്യങ്ങളൊക്കെ നമ്മളുടെ മനസ്സിൽ വരുന്ന ഓരോ തോട്ട്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. അത് നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഓക്കെ, പക്ഷെ ഞാൻ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് എന്തിനാണ് ഇത്ര ദേഷ്യം വരുന്നത് എന്ന ചോദ്യം നമ്മളോട് ചോദിക്കാൻ തുടങ്ങും. ഓക്കെ, ആ ചോദ്യം നമ്മളോട് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മളുടെ ബാറ്റിൽ ഹാഫ് വൺ ആയി. നമ്മളുടെ ഉള്ളിൽ നമ്മളോട് തന്നെ നമ്മളൊരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ യുദ്ധത്തിന്റെ ഹാഫ് വിക്ടറി നമുക്ക് അവിടെ തന്നെ കിട്ടി. എപ്പോ നമ്മൾ അവയർനെസ്സിലോട്ട് സംഗതികൾ കൊണ്ടുവന്നപ്പോ. ഓക്കെ, എനിക്ക് ദേഷ്യത്തിന്റെ പ്രശ്നം വരുന്നുണ്ട്, ഇപ്പൊ ഇതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ എനിക്ക് പ്രൈഡിന്റെ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഗിൽറ്റിന്റെ ഇഷ്യൂ ആണ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതിന് വേണ്ട നടപടികൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് ക്ലിയർ ആയോ? ഈ മാർക്ക് ഇടുന്ന നമ്മൾ തന്നെ മാർക്ക് ഇടുക, എന്ത് മാനദണ്ഡത്തിലാണ്? നമുക്ക് മാർക്ക് ഇടാൻ പറ്റും, പക്ഷെ ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ, ലൈക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ അപ്പോ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ടോ മാം ചോദിച്ചത്. മാമിന്റെ പേരെന്താണ് ചോദിച്ച ആള്? നമ്മള് സ്വയത്തിനെ തന്നെ നമ്മൾ സ്വന്തം മാർക്ക് ഇടാനൊക്കെ. ഫാത്തിമ, ചേന്നമംഗലൂരാണ്. ഫാത്തിമ മാം, ഓക്കെ, അൽഹംദുലില്ലാ. അപ്പോ ഫാത്തിമ മാം, നമ്മളുണ്ടല്ലോ ഇപ്പൊ എനിക്ക് എന്നെ കാണണമെങ്കിൽ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റുമോ? ഒന്നുമില്ലാതെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, ഫാത്തിമ മാമിന് എന്നെ കാണാൻ പറ്റും, എനിക്ക് ഫാത്തിമ മാമിനെ കാണാൻ പറ്റും, അല്ലെ? എനിക്ക് എന്റെ കൈകളെ കാണാൻ പറ്റും, കാലിനെ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് എന്റെ തന്നെ മുഖം അറിയണമെങ്കിൽ, എന്റെ മുഖം അല്ലെ എന്റെ ഐഡന്റിറ്റി പറയുന്നത്. എന്റെ പോലത്തെ കൈകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, പറഞ്ഞ എത്ര ആൾക്കാർക്ക് ഉണ്ടാകും, റൈറ്റ്? എന്റെ പോലത്തെ കാലുകൾ എത്ര ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷെ എന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ മുഖം. ഓക്കെ, അൽഹംദുലില്ലാ. അപ്പൊ എന്റെ മുഖത്തെ എനിക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഫാത്തിമ മാം മുന്നിൽ വേണ്ടി വരും. അപ്പൊ എന്നോട് നിങ്ങൾ പറഞ്ഞുതരാൻ പറ്റും, ആ സുമയ്യ നിങ്ങളുടെ മൂക്കത് എങ്ങനെയാണ് കേട്ടോ, ചുണ്ടത് എങ്ങനെയാണ് കേട്ടോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് സ്വയം കാണണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഒരു മിററിന്റെ ആവശ്യം ഉണ്ടാവും. ഓക്കെ, ഒരു മിറർ അല്ലെങ്കിൽ ഇങ്ങനെ സെൽഫി ക്യാമറ മുന്നിൽ തുറന്നു വെച്ചിട്ട് സംസാരിക്കാനും പറ്റും. അപ്പൊ നമുക്ക് നേരെ നമ്മളുടെ മുഖം കാണാൻ പറ്റും.
ഓക്കെ, ജോക്സ് അപ്പാർട്ട്, നമുക്ക് മിററിന്റെ ആവശ്യമുണ്ട് നമ്മളുടെ മുഖം തന്നെ കാണാനായിട്ട്, അല്ലെ? അതേപോലെ നമ്മളുടെ എനർജി സ്റ്റേറ്റ്, നമ്മളുടെ ഹാലിനെ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് നമ്മളുടെ കയ്യും കാലും കാണാൻ പറ്റും. പറഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്ത സംഗതികൾ ബേസിക് ആയിട്ടുള്ള ഒരു നിരീക്ഷണം നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമുക്ക് ഒരു മിററുടെ ആവശ്യമുണ്ട്. ഓക്കെ, മിറർ എന്ന് പറഞ്ഞാല് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഇന്ന കാര്യങ്ങളെ മെച്യൂറായിട്ട്, ഇമോഷണലി മെച്യൂറായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളായിട്ടുള്ള ആള് നമുക്ക് വേണ്ടി വരും. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മളെ മിറർ ചെയ്തിട്ട് നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏത് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് എന്നത്. ഓക്കെ, തുടക്കത്തിൽ ആവശ്യം വരും, പിന്നീടൊക്കെ എങ്ങനെയാകും? നമുക്ക് തന്നെ നമ്മളെ എല്ലാവരിലും പ്രതിബിംബിച്ചിട്ട് കാണാൻ പറ്റും. അതൊക്കെ വലിയ സ്റ്റേറ്റുകളാണ്. അത് ബേസിക് ആയിട്ടുള്ള സംഗതികൾ ഇപ്പൊ നമ്മുടെ അടുത്ത് കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ബേസിക് ആയിട്ടുള്ള സംഗതി, ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാനാണെങ്കിൽ നമുക്ക് നമ്മളുടെ തന്നെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് അറിയണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരാളുടെ ആവശ്യമുണ്ട്, ഒരു മിററുടെ ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ പ്രൊഫഷണലിസ്റ്റ് അടുത്ത് പോകുന്നത്. അതാണ് ഈ സൈക്കോ സ്പിരിച്വൽ കോച്ചസിന്റെ പണി. എന്ത്? നമ്മൾ മിറർ ബാക്ക് ചെയ്തുതരാം. നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എവിടെയാണ് കിടക്കുന്നത്, എങ്ങനെയാണ് അതിനെ നമ്മൾ മോഡുലേറ്റ് ചെയ്യുക. പറഞ്ഞ ഇമോഷണൽ റെഗുലേഷൻ ഒരു സംഗതിയാണ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എന്ത്? ഇമോഷണൽ റെഗുലേഷൻ ഒക്കെ ഈ സ്റ്റേറ്റിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം എന്താണ്? നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഉയർത്തി കൊണ്ടുപോയി എന്ന് വിചാരിച്ചിട്ട് ഗിൽട്ടിന്ന് ഫിയർന്ന് കറേജ്ന്ന് ലവിന്റെ സ്റ്റേറ്റിലോട്ട് നമ്മൾ ഇങ്ങനെ കയറി ചെല്ലൂല്ലേ. അപ്പൊ തന്നെ നമ്മളുടെ തോട്ട്സും നമ്മളുടെ ഇമോഷൻസും അതനുസരിച്ച് മാറും. ഓക്കെ, അപ്പൊ അങ്ങനെയായി വരുമ്പോ എന്താകും? ലൈഫ് ഇസ് ഓൾ ഗുഡ്, ഫൈൻ. അപ്പോ ബേസിക്കലി നമുക്ക് ഇമോഷണൽ റെഗുലേഷൻ അല്ല പണി. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബേസിക് ആയിട്ടുള്ള സംഗതി ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ നമ്മുടെ ഒരു ബാൻഡേഡ് ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഗതി. പക്ഷെ വെറും ബാൻഡേഡ് ഇട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. ചില ട്രോമകൾക്ക് ഹീലിംഗിന്റെ ആവശ്യം ഉണ്ടാകും. ഓക്കെ, ഡീപ്പ് ലെവലില് സ്പിരിച്വൽ അല്ലെങ്കിൽ കോൺഷ്യസ്നെസിന്റെ അൺകോൺഷ്യസ് ലെവലിൽ പോയിട്ടുള്ള ഹീലിംഗിന്റെ ആവശ്യം ഉണ്ടാകും. നമ്മളുടെ സ്റ്റേറ്റിനെ തന്നെ പുറത്തോട്ട് കുറച്ചും കൂടി ഉയർത്തി എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാകും. അതൊക്കെ ചെയ്തു വരുമ്പോൾ ക്രമേണ ഇമോഷണൽ ലെവലിലും ഫിസിക്കൽ ലെവലിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടുവരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇതുവരെ കുറച്ചെങ്കിലും ഒക്കെ റിലേറ്റ് ആയി ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് കുറച്ചു കാലം മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ വെല്ലിപ്പാരുടെ കാലം അല്ലെങ്കിൽ നമ്മുടെ പേരൻസിന്റെ കാലത്തൊക്കെ നമുക്ക് എന്തെങ്കിലും വയ്യായ്മ വന്നു കഴിഞ്ഞാൽ നമ്മള് അലോപ്പത്തിക് മെഡിക്കേഷൻസിന്റെ അടുത്തോട്ട് പോകും. അലോപ്പത്തിക് മെഡിക്കേഷൻസ്, ഇംഗ്ലീഷ് മരുന്നിനോട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, അതൊക്കെ കെമിക്കൽ ആയിട്ടുള്ള സംഗതികളാണ്. പറഞ്ഞാൽ നമുക്കൊന്ന് പനി കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആന്റിബയോട്ടിക് തരും. ഓക്കെ, ആസിഡിറ്റി കൂടാണെങ്കിൽ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്ന ബേസ് തരും. അപ്പോ ബേസിക് ആയിട്ടുള്ള സംഗതികൾ തരും. അപ്പൊ അത് അപ്പത്തേക്ക് റിലീഫ് കിട്ടും. ഓക്കെ ആയി, റെഡിയായി. പിന്നെ അവരൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പൊ ആദ്യം സംസാരിച്ച പോലെ അവരുടെ ലൈഫ് സിമ്പിൾ ലൈഫായിരുന്നു. സ്ട്രെസ് അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. ചെറിയ എന്തെങ്കിലുമൊക്കെ ട്രിഗർ വരുമ്പോൾ അതിനെ ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആകുന്ന ഒരു സംഗതിയായിരുന്നു. ഫൈൻ. പക്ഷെ പിന്നെ നമ്മളുടെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി ആഴം കൂടി പോയി. കാരണം എന്താണ്? നമ്മളുടെ ഇപ്പോഴത്തെ ഉള്ള സ്റ്റേറ്റ്, സ്ട്രെസ്സിന്റെ സ്റ്റേറ്റ് ആയാലും നമ്മളുടെ ടെൻഷന്റെ എൻസൈറ്റി ലെവൽസ് ആയി കഴിഞ്ഞാലും എല്ലാം കോംപ്ലിക്കേറ്റഡ്, ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലോട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്നതാണ് കേട്ടോ. ഓക്കെ, പുറത്തുനിന്നൊന്നല്ല, നമ്മൾ തന്നെ നമ്മളുടെ സാഹചര്യം നമുക്കറിയില്ല എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബിക്കോസ് വി വർ നോട്ട് ഇവോൾവ്ഡ് ഇനഫ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ചേഞ്ചസ്. ഓക്കെ, അങ്ങനെയായി വരുമ്പോ എന്താകുന്നുണ്ട്? നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടി, നമ്മൾ ഇവോൾവ് ആയിട്ടില്ല. അപ്പൊ നമുക്ക് ചെറിയ കാര്യങ്ങളും നല്ലോണം ട്രിഗർ ചെയ്യാൻ തുടങ്ങി. ആ ട്രിഗർ ചെയ്ത കാരണമാണ് എന്താകുന്നത്? ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രോബ്ലംസും പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെയായി വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി എനർജറ്റിക് ലെവലിൽ പോകുന്ന മെഡിസിൻസിനെ ആശ്രയിക്കാൻ തുടങ്ങി. ഫൈൻ. ലൈക്ക് ആയുർവേദിക് മരുന്നുകൾ, പച്ചമരുന്നുകൾ, സിദ്ധ, യുനാനി, ഹോമിയോപ്പതി, ബാച്ച് ഫ്ലവർ. ഓക്കെ, ബാച്ച് ഫ്ലവർ വന്നിട്ടില്ല. ബാച്ച് ഫ്ലവറിന്റെ ബേസിക് ചില റെമഡീസ് ഉള്ളൂ എന്ത് പാത്തോളജിയിലെ ഫിസിയോളജി ലെവലിൽ വരുന്നത്. ബാക്കിയൊക്കെ എങ്ങനെയാണ്? ഈ മരുന്നുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താകും? ഫങ്ഷണൽ ലെവലിൽ നമ്മളെ ക്ലിയർ ആക്കാൻ പറ്റും. പറഞ്ഞാൽ നമ്മള് ആകെ സാഹചര്യം അൾസർ ലെവലിൽ പോകുന്നതിന്റെ മുമ്പേ തന്നെ ആസിഡിറ്റി ലെവലിൽ തന്നെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനത്തെ ഫിസിയോളജിക്കൽ റെമഡീസ് ഉണ്ടാവില്ലേ,
സൈഡ് എഫക്ട് ഇല്ലാത്ത അല്ലെങ്കിൽ കുറവ് സൈഡ് എഫക്ട് ഉള്ള ആയുർവേദിക്, ഹോമിയോ, സിദ്ധ അങ്ങനത്തെ മെഡിസിൻസ് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, പക്ഷെ ചിലരുണ്ട് എന്താകുന്നത്, അവർക്ക് അറിയുന്നുണ്ട് ഈ ഫിസിയോളജിക്കൽ ഇതിന്റെ മുമ്പേ മൈൻഡ് ലെവലിലുള്ള ചില സംഗതികളുണ്ട് എന്നത്. അപ്പൊ അവര് മൈൻഡ് ലെവലിലുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ് കാര്യങ്ങൾ, ഇപ്പൊ തെറപ്പി എന്ന് പറഞ്ഞാല് വെറും ഭ്രാന്തുള്ളവരല്ല തെറപ്പിക്ക് പോകുന്നത്. സെൽഫ് ഇംപ്രൂവ്മെന്റിന്, ഡെവലപ്മെന്റിനുള്ള ആൾക്കാരാണ് കൂടുതലും തെറപ്പിക്ക് പോകുന്നത്, റൈറ്റ്? അപ്പൊ അതെന്തിനാ പോകുന്നത്? അവർക്കറിയാം നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയോ വൂൺസ് ഉണ്ട്, അതിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ലൈഫിന്റെ ഫുൾ പൊട്ടൻഷ്യലിലോട്ട് ജീവിക്കാൻ പറ്റും എന്നത്, റൈറ്റ്? അപ്പോ ശമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെറും മരുന്നിന്റെ ശമനം അല്ല ഉണ്ടാകുക. ഓക്കെ, ചില ആൾക്കാരുടെ വാക്കുകൾ ശമനായി വരും. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചില ആൾക്കാർക്ക് തൊടേണ്ട ആവശ്യമില്ല, മരുന്ന് തരേണ്ട ആവശ്യമില്ല, അവരുടെ വാക്കുകൾ തന്നെ അവരിന്ന് ഒരു 2-3 വാക്കുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഒരു സൗഖ്യം നമ്മുടെ ഉള്ളിൽ വന്ന് ചേരുന്ന ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. ചിലത് ടച്ച് ആയിരിക്കും എന്താ പറയാ ഹീലിംഗിലോട്ട് കൊണ്ടുപോകുന്ന കേട്ടോ. അതുകൊണ്ട് അക്യൂപ്രഷർ ട്രീറ്റ്മെന്റ്, റീക്കി ട്രീറ്റ്മെന്റ്, അക്യൂപങ്ക്ചർ ട്രീറ്റ്മെന്റ്, ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഫൈൻ. എന്നാൽ ഇതിന്റെ ഒക്കെ ഉപരിയായിട്ടുള്ള ഒരു സംഗതി ഉണ്ട്, എന്ത്? പ്രസൻസ് ലെവലിൽ ശമനം കിട്ടുന്നത്. ചിലത് ജസ്റ്റ് പ്രസൻസിൽ പോയിരുന്നാൽ തന്നെ നമുക്കൊരു ഹീലിംഗ് ആയിട്ട് ഇത് കിട്ടാറുണ്ട്, എന്താ പറയാ ശമനം അനുഭവപ്പെടാറുണ്ട്. ജസ്റ്റ് ടു എൻഡ് മൈ നോട്ട്സ് ഓൺ ദിസ്, പ്രസൻസ് ലെവലിൽ ശമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡിഡ് യു നോ മദീനത്തുൻ നബിയിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗവേൺ ചെയ്തുകൊണ്ടിരുന്നിരുന്ന യസ്രിബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പോയതിനു ശേഷം ആ സ്ഥലത്തിന്റെ പേര് യസ്രിബ് എന്ന് മാറ്റിയിട്ട് മദീനത്തുൻ നബി എന്ന പേരാക്കി മാറ്റി. ഓക്കെ, എന്ത്? നബിയുടെ സിറ്റി എന്നത്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ആ സ്ഥലം മൊത്തം ഡിസീസ് ഫ്രീ ആയിരുന്നു. ലൈക്ക് അവിടെ അവരുടെ ഹീലിംഗ് പറഞ്ഞ ആ സ്ഥലത്തിന്റെ ഒരു എനർജി ഉണ്ടാവുമല്ലോ. എല്ലാ സ്ഥലങ്ങൾക്ക് വേറെ വേറെ എനർജി ഉണ്ടാവും കേട്ടോ. അക്കാരണം കൊണ്ടാണ് ഈ ടെമ്പിൾസിൽ പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ ചില പള്ളികളിൽ പോയി കഴിഞ്ഞാലൊക്കെ നമുക്ക് വല്ലാത്തൊരു സമാധാനം തോന്നുന്നത്. കാരണം അവിടെ ആൾക്കാർ പോകുന്നത് എന്തുകൊണ്ടാണ്? പറഞ്ഞ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി, പ്രാർത്ഥന എന്നൊരു നിലക്ക് എല്ലാ ഈഗോ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണ് കൂടുതലും ആൾക്കാർ പോകുന്നത്. അപ്പൊ അക്കാര്യം കൊണ്ട് അവിടുത്തെ എനർജി സ്റ്റേറ്റ് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്, ആ എനർജി ആ സ്ഥലത്തിന്റെ. അപ്പൊ അങ്ങനെ തന്നെ മദീനത്തുൻ നബി എന്ന സ്ഥലം, ആ സ്ഥലത്തിന്റെ തന്നെ എനർജി അങ്ങനെ കൂടിയിട്ട് ആ സ്ഥലത്തിൽ ഡിസീസ് ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ജസ്റ്റ് എ ബിറ്റ് അബൌട്ട് ഹൗ പ്രസൻസ് ക്യാൻ ഓൾസോ ഹീൽ എന്നത്. അപ്പൊ ഐ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വി ആർ ഓപ്പൺ ഫോർ ഡിസ്കഷൻസ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കുറച്ച് വിശാലമായി പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക് ആണല്ലോ. അതിന്റെ തുടക്കത്തിലേക്ക് മാത്രമേ എത്തിയിട്ടേ ഉള്ളൂ. അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ, ഫോർ ഷുവർ. ഓക്കെ, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു അബ്ദുസ്സലാം സർ. ശരിയാണ്, ആക്ച്വലി നമ്മൾ ഇതിന്റെ തുടക്കം പോലും ഇട്ടിട്ടില്ല. ഒരു ജസ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒരു പോയിന്റ് മാത്രം തരാണ് ചെയ്തത്. എന്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സൗഖ്യം, ശമനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് നമുക്ക് ലക്ഷണം ഇല്ലാതിരിക്കുക എന്ന അവസ്ഥയല്ല. ഫൈൻ. അല്ലെങ്കിൽ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് നമ്മളുടെ ഫിസിക്കൽ എയിൽമെന്റ്സും മെന്റൽ എയിൽമെന്റ്സും അതിന്റെ അപ്പുറം ഒരു ലോകമുണ്ട്. ഓക്കെ, അത് അപാരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ലോകമാണ്. നമുക്ക് ആക്ച്വലി അതിന്റെ ഒരു തുള്ളി പോലും നമ്മളുടെ ഉള്ളിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ കംപ്ലീറ്റ്ലി ഫുൾ ആയിട്ട് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സിന്റെ പ്രസന്റിന്റെ പോസിബിലിറ്റീസ്, കേപ്പബിലിറ്റീസ് ഇൻഫൈനൈറ്റ് ആണ്. അത് എനിക്ക് എവിടം വരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ റിയാൽമെന്റ് ഒരു തുള്ളിയെങ്കിലും നമുക്ക് കിട്ടിയാലേ മതിയാവും. എന്നാൽ അതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു തുള്ളി കിട്ടിയാൽ മതിയാവില്ല. അതൊരു കിക്ക് അടിക്കുന്ന സാധനമാണ്, അഡിക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. നമുക്ക് ഒരു തുള്ളി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ എലിവേറ്റ് ചെയ്ത് പോയിക്കോളും. പക്ഷെ ബേസിക് എങ്കിലും ഇപ്പോ ഫാത്തിമ മാം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, നമുക്കൊരു മിററിന്റെ ആവശ്യമുണ്ട്. തുടക്കത്തിൽ നമ്മുടെ സ്റ്റേറ്റ് എവിടെ നമ്മൾ കിടക്കുന്നത്, അതിനെ എങ്ങനെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നറിയണമെങ്കിൽ. That's it for today.
മാം, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഫിയർ, എന്തെങ്കിലും ഭയം വന്നു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് വയറിനൊരു ഒരു 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 ചൂട് വരുന്നത് പോലെ, അതായത് എന്താ പറയാനെന്നറിയില്ല, നമ്മളെ ഭാഷയില് കാളിച്ച വരുന്ന പോലെ, ഒരു വയറിന് എന്തോ ഒരു ചൂട് വരുന്നത് പോലെ പെട്ടെന്ന് അത് ഫീൽ ചെയ്യാം. അതായത് ഇപ്പൊ ചെറുപ്പത്തിൽ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ, ഇപ്പൊ ചെറുപ്പത്തിലൊരു അല്ല കുഴപ്പമില്ല, ജസീന പറഞ്ഞോളൂ. ചെറുപ്പത്തിൽ ഇപ്പൊ ഒരു നായ ഓടി, ഇപ്പോഴും ആ നായ കാണുമ്പോ വയറിന്റെ ഉള്ളിൽ നിന്നൊരു എന്താ പറയാനെന്നറിയില്ല, ആ ഒരു ഭയം വരുന്നതായിട്ട്. അപ്പൊ അതെന്തെങ്കിലും ആ ഭയം ഉള്ളിൽ തന്നെ കിടക്കുന്നോണ്ടായിരിക്കില്ലേ അത്? മ്യൂട്ടാക്കാൻ പറ്റോ? ഓക്കെ ജസീന, അൽഹംദുലില്ലാ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ബേസിക്കലി എന്താണ് ഇപ്പൊ കിടക്ക് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, ഒരു ട്രോമ, അത് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അക്കാരണം കൊണ്ട് ഈ പറഞ്ഞില്ലേ, ജസീന പറഞ്ഞില്ലേ, എന്ത് ആ വയറില് എന്തോ ഒരു ഫീലിംഗ്, ഒരു ചൂടാണോ, ചില ആൾക്കാർക്ക് അത് അനുഭവപ്പെടുന്ന ഇങ്ങനെ ഒരു എന്താ പറയാ ക്ലെൻസിങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ജസ്റ്റ് നമ്മളുടെ ഡയഫ്രാമിന്റെ താഴെ ആയിട്ടുള്ള ഭാഗം പറഞ്ഞാൽ വയറിന്റെ ജസ്റ്റ് മുകളിൽ ചെസ്റ്റിന്റെ താഴെ ആയിട്ടുള്ള സ്ഥലത്ത് സോലാർ പ്ലെക്സസ് എന്ന് പറയും. അത് സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്, നമ്മളുടെ ഉള്ളിൽ ആ പേടി കിടക്കുന്ന കാരണമാണ്. അല്ലെങ്കിൽ പേടിയുടെ പ്രശ്നമായിരിക്കാം, ആങ്കറുടെ പ്രശ്നമായിരിക്കാം. ഓക്കെ, ആങ്കറുടെ പ്രശ്നമുള്ള ആൾക്കാർക്കും സോലാർ പ്ലെക്സസിൽ അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാകാറുണ്ട്. പിന്നെ കൂടുതലും നിങ്ങളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് തുടക്കം വെച്ച സംഗതി പറഞ്ഞില്ലേ, പട്ടീനെ കണ്ടപ്പോ ഇതായിട്ട് തുടങ്ങിയതാണെന്ന് പറയുമ്പോൾ അത് യൂഷ്വലി ഫിയർ കാരണമായിരിക്കാനാണ് സാധ്യത. ഓക്കെ ആയി വരും ഇൻഷാ അല്ലാഹ്. മാത്രം എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റമിനെ നമ്മൾ പഠിപ്പിക്കേണ്ടി വരും. എന്ത്, ഇറ്റ്സ് ഓൾ റൈറ്റ്, അന്ന് ചെറുതായിരുന്നില്ലേ, ആ പട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ലല്ലോ, നമ്മൾ വലുതായില്ലേ എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ പതുക്കെ പറഞ്ഞ് കണ്ടീഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് റെഡി ആയി വരും ഇൻഷാ അല്ലാഹ്. Hope that answers the question. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി ഖലീലുർ റഹ്മാൻ. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറെ നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടല്ലോ, ട്രോമകൾ, അതൊക്കെ എങ്ങനെ ഹീൽ ചെയ്തൊക്കെ സുഖം കഴിയുന്ന? എങ്ങനെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറെ നെഗറ്റീവ് ചിന്തകൾ, അതുള്ളത് പിന്നെ നമ്മളെ കുറെ ട്രോമകളൊക്കെ ഉണ്ടാവും, ചെറുപ്പത്തിലുള്ള ട്രോമകൾ, അതൊക്കെ ഹീൽ ചെയ്ത് അങ്ങനെ? അത് ചെയ്യാനുള്ള 2 വഴികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ജസ്റ്റ് സംസാരിച്ചിട്ട് എന്താ പറയാ, ആ ട്രോമകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നോ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് എവിടെയെന്ന് അറിയിക്കാൻ പറ്റും. ഓക്കെ, പറഞ്ഞ നമ്മുടെ സ്റ്റേറ്റ് എവിടെയാണ് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആ ഇവാലുവേഷൻ വെച്ചിട്ട് നിങ്ങൾ സ്വന്തം ആ തോട്ട്സ് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അവയർനെസ്സിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ സ്റ്റേറ്റിനെ തന്നെ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള പല മാർഗങ്ങളുണ്ട് കേട്ടോ. ആ മാർഗങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താകും, നിങ്ങളുടെ ഫിയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ വൂണ്ട് സ്റ്റേറ്റ്, സഫറിങ് സ്റ്റേറ്റിന് നമ്മൾ കൂടിയിട്ട് കറേജ്, ന്യൂട്രാലിറ്റി, ഈ സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റും. അപ്പൊ ബേസിക്കലി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങള് ഒരു മിററിനെ വെക്കുക. പറഞ്ഞ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ, ഓക്കെ, ഏതെങ്കിലും സൈക്കോ സ്പിരിച്വൽ കോച്ചിനോട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങള്, നിങ്ങളുടെ തോട്ട് പാറ്റേൺസിനെ നമ്മൾ രണ്ടാളും കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, മനസ്സിലാക്കും എവിടെ കിടക്കുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്. ആ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എവിടെയാണോ കിടക്കുന്നത് അതിന്ന് പിന്നെ നിങ്ങളുടേതായിട്ടുള്ള പാറ്റേണിനെ കുറയ്ക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എലിവേഷന് വേണ്ടിയിട്ടുള്ള പാറ്റേൺസിനെ കൂട്ടാനും വേണ്ടിയിട്ടുള്ള ചില ടാസ്ക്സ്, ടൂൾസ്, ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ കോൺഷ്യസ്നസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പോ വൂണ്ട്, ട്രോമ ഒക്കെ റെഡിയായി വരും. അതൊക്കെ നമ്മുടെ ഭാഗമല്ലേ. ഞാനിപ്പോ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, ഒരു തെറാപ്പി കോഴ്സ്, EFT അറിയാം, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറഞ്ഞാണ്ട്. അതിങ്ങനെ നമ്മളെ ഓരോ ടൈപ്പ്. ഹലോ, ഏത് കോഴ്സ് ചെയ്തു? EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറഞ്ഞാണ്ട് തെറാപ്പി ചെയ്യുന്നു. അത് നമ്മളെ ഓരോരോ മർമ്മസ്ഥലത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് ഹീൽ ചെയ്യാണ്. അപ്പൊ അത് എത്രത്തോളം ഇതാണ്ട്, അപ്പൊ അങ്ങനത്തെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്.
ഉപകാരപ്പെടുകയൊക്കെ ചെയ്യും. ആക്ച്വലി EFT കോഴ്സും നല്ല കോഴ്സൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ കുറച്ചും കൂടി ഹയർ ലെവലിലുള്ള സംഗതിയാണ് ചെയ്യുന്നത്. EFT എന്ന് പറഞ്ഞാല് നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബോഡി 3D 4D ലെവലിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതിനെ ഹീൽ ചെയ്യാൻ നോക്കുന്നത്, റൈറ്റ്? അത് ക്രമേണ അതിന്റെ സമയം പിടിച്ചിട്ട് അത് ഹീൽ ചെയ്ത് തരും. നമ്മളിപ്പോ പറയുന്ന സംഗതി എന്താണ്, 4D 5D ലെവലിൽ പറഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് ലെവൽ മാത്രമല്ല, സ്പിരിച്വൽ ലെവലിൽ. ഐ വുഡന്റ് ലൈക്ക് ടു സേ ദാറ്റ് വേർഡ് റൈറ്റ് നൗ. പക്ഷെ കുറച്ചൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന്റെ മൈൻഡ് ബോഡി അല്ലാതെ മൈൻഡ് ബോഡി ലെവലിലാണ് EFT ഒക്കെ കിടക്കുന്നത്. EFT, അക്യുപ്രഷർ, റീക്കി പിന്നെ എനർജി ലെവലിലോട്ട് പോകുന്നുണ്ട്. പക്ഷെ അക്യുപ്രഷർ, അക്യുപങ്ക്ചർ, ബാച്ച് ഫ്ലവർ റെമഡീസ് ഇതൊക്കെ മൈൻഡ് ബോഡി ലെവലിലാണ് കിടക്കുന്നത്. പിന്നെ ഇതൊരു സ്പിരിച്വൽ ലെവലിലോട്ട് പോകുന്ന എന്താ പറയാ ഹീലിംഗ് പാറ്റേൺസ് ആണ് എങ്കിൽ ഈ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ്സിലോട്ട് നമ്മൾ ഇതാക്കിയിട്ട് എലിവേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ അതും ഹീലിംഗ് ആണ്. പറഞ്ഞതുപോലെ ഹീലിംഗ് പല വഴിയിലുണ്ട്. നമ്മളിപ്പോ ഒരു വാതിലുണ്ടെന്ന് വിചാരിച്ചോളി, 3D ആയിട്ടുള്ള സ്ട്രക്ചർ ആണല്ലോ വാതില് ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാന് ഫാത്തിമ മാമിനോട് പറയുന്നുണ്ട് പുറത്തു പോയിട്ടൊന്ന് തുറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുറത്തുനിന്ന് പോയി പുഷ് ചെയ്ത് അല്ലെങ്കിൽ വിളിച്ചിട്ട് തുറക്കാനെങ്കിലും അതും തുറക്കാൻ പറ്റും, റൈറ്റ്? ഒരു വാതിലിനെ തുറക്കാൻ വേണ്ടിയിട്ട് മിനിമം 2 വഴികളുണ്ട്. സെയിം വേ അത് 3D ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് പോലും ഇപ്പോ ആ വാതിലിന് തന്നെ മേലെന്നും തുറക്കാൻ പറ്റും, താഴ്ന്നും തുറക്കാൻ പറ്റും, ഉള്ളിന്നും തുറക്കാൻ പറ്റും, പുറത്തുനിന്നും തുറക്കാൻ പറ്റും. 3D ആയിട്ടുള്ള സംഗതിനെ നമ്മൾ തുറക്കാന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് 4 വഴികളുണ്ട് മിനിമം. ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻസും വല്ലാതെ കൂടുന്നുണ്ട്. 6D 7Dയിലൊക്കെ കിടക്കുന്ന സംഗതിയാണ്. അപ്പൊ അങ്ങനെ ഹീലിംഗിന്റെ പല മൊഡാലിറ്റീസ് ഉണ്ട് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ എല്ലാതും ഹീലിംഗിൽ തന്നെ. ഹിപ്നോട്ടിസം, പിന്നെ പ്രാണിക് ഹീലിംഗ്, ഓക്കെ, താങ്ക് യു. അതൊക്കെ ഹീലിംഗിന്റെ ഡിസ്റ്റൻസ് ഹീലിംഗ് അക്യുപഞ്ചറില് ഉണ്ട്. പിന്നെ ഹിപ്നോട്ടിസം അതൊക്കെ ഹീലിംഗ് തന്നെയല്ലേ, ഡിപ്പാർട്ട്മെന്റ് തന്നെ. ഹിപ്നോട്ടിസം ഹീലിംഗ് തന്നെയാണ്. പക്ഷെ യുനോ വാട്ട്, ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മാറ്റി വെച്ചിട്ട് അതിൽ ഞാൻ കൊണ്ടുവരുന്ന ഡിഫറൻസ് ഇല്ലേ, രസപ്പെടാന്നറിയോ? നമ്മൾ സ്വന്തമായി ഹീലിംഗിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നമുക്ക് ഖുറാനിൽ ഒരു ആയത്തുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അവസ്ഥ ചേഞ്ച് ചെയ്യൂല അൺടിൽ ആൻഡ് അൺലെസ് യു യുവർ സെൽഫ് മേക്ക് ദ ചേഞ്ച്. അപ്പോ ഇത് കാര്യം മനസ്സിലാക്കിയാൽ മതി. നമ്മളൊന്നും ചെയ്യാതെ കിട്ടുന്ന ഹീലിംഗ് ഉണ്ടല്ലോ, ആ ഹീലിംഗ് ഒരിക്കലും ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കൂല, ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. കാരണം എന്താണ്, നമ്മളായിട്ട് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് ആണ് ചിലത്. ഇപ്പോ ഹീലിംഗ് എന്ന് പറഞ്ഞാല് വെറും എനിക്ക് ട്രോമ ഉണ്ടായാല്, വൂണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആകാൻ വേണ്ടിയിട്ടും ഹീൽ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഹിപ്നോട്ടിസം പ്രശ്നമൊന്നുമില്ല, ഹീലിംഗിന്റെ മൊഡാലിറ്റി തന്നെയാണ്. പക്ഷെ ഹിപ്നോട്ടിസം എക്സാക്ട്ലി ഹിപ്നോട്ടിസത്തിന്റെ കാട്ടും കൂടുതൽ ഹിപ്നോ തെറപ്പി ആയി കഴിഞ്ഞാൽ ഫൈൻ. ഹിപ്നോട്ടിസം കൊണ്ട് നിങ്ങൾ ഒരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയി ഇടാണ് ഹിപ്നോട്ടിസം. നിങ്ങളുടെ അല്ലാത്ത നിങ്ങളുടെ സ്റ്റേറ്റിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേറൊരു സ്റ്റേറ്റിലോട്ട് അവര് സജസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ഇടാണ് ചെയ്യുന്നത്. അതിന് പിന്നെ എന്തെങ്കിലും ട്രിഗർ വന്നു കഴിഞ്ഞാൽ പൊട്ടും. ഒരു വേറെ ബബിളിലോട്ട് കൊണ്ടുപോയി ഇട്ടതായിരുന്നല്ലേ, ആ ബബിൾ ഒരു ചെറിയൊരു സൂചി പിന്നുകൊണ്ട് കുത്തിക്കഴിഞ്ഞത് പൊട്ടൂലേ, നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള പൊസിഷനിലോട്ട് വന്നില്ലേ. അപ്പോ ഷോർട്ട് ലിവ്ഡ് ആയി വന്നു. ഓക്കെ മാം, താങ്ക് യു. മോസ്റ്റ് വെൽക്കം. ഫോബിയ ഇല്ലേ, പേടി, എന്താണ് എല്ലാത്തിനോടും ഒരു പേടി. അപ്പൊ അത് എങ്ങനെ നമ്മൾ റെഡ്യൂസ് ചെയ്യും? ഫോബിയാസിനെ നമ്മൾ കുറയ്ക്കാൻ വേണ്ടി പല വഴികളും ഉണ്ട്, റൈറ്റ്? നമ്മളൊന്ന് ഈ കണ്ടിട്ടുള്ള ഹീലിംഗ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ നോക്കാൻ പറ്റും. ഞാൻ പേഴ്സണലി പ്രാക്ടീസ് ചെയ്യുന്ന ഹീലിംഗ് മെത്തേഡ്സ് ഏതാണ്, ഫിയർ, ഫോബിയ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഞാൻ ബാച്ച് ഫ്ലവർ റെമഡീസ് യൂസ് ചെയ്യും. ലൈക്ക് സുബ്ഹാനല്ലാഹ്, ലൈക്ക് അതിന് കിട്ടുന്ന ഹീലിംഗ് ഉണ്ടല്ലോ, ഇറ്റ് സർപ്രൈസസ് മീ. ലൈക്ക് ആസ് എ ഫിസിഷ്യൻ ഞാൻ തുടക്കത്തിൽ ഇതിന്റെ എഫക്ട് കാണാൻ തുടങ്ങിയപ്പോൾ ഐ വാസ് ലൈക്ക് സുബ്ഹാനല്ലാഹ്, ഇങ്ങനത്തെ ഒരു സംഗതി ചെയ്യാൻ പറ്റും, മരുന്ന് കൊണ്ടാകും. ഓക്കെ, അപ്പോൾ ബാച്ച് ഫ്ലവർ റെമഡീസ് ഫോബിയ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും.
അതിന്റെ കൂടെ തന്നെ ഈ സ്റ്റേജസ് ഓഫ് കോൺഷ്യസ്നെസ് വെച്ചിട്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞാലും നമുക്ക് എത്താൻ പറ്റും. യാ pretty much that's it. നിങ്ങൾക്ക് ബാച്ചുലർ റെമഡീസിനെ കുറിച്ച് ഹലോ മാം, നമ്മളിപ്പോ ഇമോഷൻസ് ഇപ്പൊ പേടി, ഇപ്പൊ ഒരാളോടുള്ള വെറുപ്പാണെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു പേടി എന്നുള്ള രൂപത്തിലാകും, അല്ലെങ്കിൽ സങ്കടമോ വിഷമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഒരു അഗ്രഷൻ എന്നുള്ള മോഡിലാവും. അപ്പം ഇപ്പൊ നേരത്തെ ഇങ്ങനെ മാർക്ക് ഇട്ട് പറഞ്ഞല്ലോ, അപ്പൊ നമ്മളെ ഇമോഷൻ ഇപ്പൊ ഏതാന്നുള്ളത് കറക്റ്റ് എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മൾ ഇമോഷൻ നമ്മളുടെ ഇമോഷൻ ഏതാണുള്ളത് നമുക്ക് നമ്മളോട് തന്നെ നോക്കി ചോദിക്കേണ്ടി വരും. പറഞ്ഞ ഇപ്പൊ ഞാന് ലൈക് okay, my best way, the best thing that I tell my patients is what നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതിന്റെ മുമ്പേ ഒന്ന് പോസ് ചെയ്യാം, പറഞ്ഞ ഒന്ന് നിൽക്കുക ഫോർ ഫ്യൂ സെക്കൻഡ്സ്. എന്നിട്ട് നമ്മൾ ഏത് ഹാലിലാണ് അല്ലെങ്കിൽ നമ്മൾ ഏത് സിറ്റുവേഷനിലാണെന്ന് നമ്മൾ സ്വന്തം ഇവാലുവേറ്റ് ചെയ്യണം. ഫൈൻ. അപ്പോ ഞാൻ എന്റെ ബോഡീനെ ആദ്യം നോക്കുക പറഞ്ഞ, കാരണം ചില ആൾക്കാർക്ക് ഇമോഷൻസ് ഏത് ലെവലിലാണെന്ന് പറയാൻ പറ്റൂല. നമ്മൾ അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഓക്കെ എനിക്കിപ്പോ പേടി തോന്നുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ എനിക്കിപ്പോ ദേഷ്യമാണ് വരുന്നുണ്ട് കേട്ടോ എന്നത് എനിക്ക് പിന്നീടേ അറിയുള്ളൂ. വൈ? ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. തുടക്കത്തിലൊക്കെ നമുക്ക് ഇമോഷൻസ് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ബോഡീന്റെ എല്ലാ ബോഡി പാർട്സ് ഏത് ലെവലിലാണ് കിടക്കുന്നത് എന്നത്. ഓക്കെ, അപ്പോ കുറച്ചേരം മുമ്പ് നമ്മുടെ ഒരു പാർട്ടിസിപ്പന്റ് പറഞ്ഞില്ലേ, വയറിന്റെ ഉള്ളിൽ എന്തോ ഒരു ചൂട് പോലെ ഫീൽ ചെയ്യുക. ഓക്കെ, എന്റെ ശ്വാസം എങ്ങനെ വരുന്നത്, ഡീപ്പാണോ ഡീപ്പ് അല്ല? കാരണം നോർമലി നമുക്ക് പേടിയോ ദേഷ്യമോ അഗ്രഷനോ റിസെന്റ്മെന്റോ എന്ത് പറഞ്ഞ നോർമലിന് മാറിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ലവ് എന്ന ലെവലിൽ നിന്ന് മാറിയിട്ട് ഏത് ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ വന്നാലും ആദ്യം ഷിഫ്റ്റ് ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി ഏതായിരിക്കും, ഫിസിക്കൽ ഫങ്ഷൻ ഏതായിരിക്കും, നമ്മുടെ ബ്രീത്ത് ആയിരിക്കും. അപ്പൊ എന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡീപ് ബ്രെത്ത് എടുക്കാൻ പറ്റൂല, ഇങ്ങനെ ഷാലോ ആയിട്ട് അങ്ങനത്തെ ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മൾ ഡീപ് ബ്രീത്തിലല്ല, നമ്മൾ ഷാലോ ബ്രീത്തിങ്ങിലാണ് നമ്മൾ സ്വന്തം ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ്, എന്റെ ഷോൾഡേഴ്സ് ഉണ്ടല്ലോ അതിങ്ങനെ ടൈറ്റ് ആയി കിടക്കുന്നുണ്ട്. ഓക്കെ, എന്റെ മസിൽസ് ഒക്കെ ഇങ്ങനെ ടൈറ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ നിന്നും ശബ്ദങ്ങൾ വരാൻ തുടങ്ങും. ശബ്ദങ്ങൾ വരാൻ പറഞ്ഞാൽ പുറത്തുനിന്ന് ഡ്രാമാറ്റിക് ആയിട്ടല്ല കേട്ടോ, നമ്മളുടെ ബോഡി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇതുവരെ നമുക്ക് നമ്മുടെ ഇമോഷൻസ് എന്താണ് എന്ന് അറിയാത്തതും, നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റ്, നമ്മുടെ ബോഡി, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് എന്താണെന്നൊക്കെ അറിയാത്തത്, അത് നമ്മളുടെ ബോഡിക്ക് അല്ലെങ്കിൽ നമ്മുടെ ബീയിങ്ങിന്, സുമയ്യക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാരണമല്ല. ഞാൻ ഒരിക്കലും സുമയ്യന്റെ കൂടെ ഇരുന്നിട്ടില്ലേ. ഈ സുമയ്യന്റെ കൂടെ ഞാൻ എന്റെ കോൺഷ്യസ്നെസ്സോടുകൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓക്കെ, എനിക്കിപ്പോ എന്താ വേണ്ടത്, എന്താണ് പ്രശ്നം, ആ ചെറുതായിട്ടൊന്ന് തലവേദനിക്കുന്നുണ്ട്, ചൂടെടുക്കുന്നുണ്ട്, എങ്ങനെ എനിക്ക് അറിയുന്നത്, ഇവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ട് വിയർക്കുന്നുണ്ട് എന്നതൊക്കെ പറയുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് തന്നെ എന്നോട് ആള് പറഞ്ഞു തരും എന്ത്, എനിക്കിപ്പോ ഓക്കെ അൽഹംദുലില്ലാ സെഷൻ കംപ്ലീറ്റ് ആകാനുള്ള സമയം വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ശബ്ദങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളോട് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസ് എവിടെയാണ് കിടക്കുന്നത് എന്ന് പ്രാക്ടീസിലൂടെ അറിയാം. തുടക്കത്തിലൊക്കെ നമുക്ക് നമ്മുടെ ഫിസിക്കൽ ലെവലിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ആരെങ്കിലും ഹെൽപ്പ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ പറ്റും കേട്ടോ. പറഞ്ഞ ഇപ്പൊ റൂമി റഹിമുള്ള ഉണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, മൗലാന ജലാലുദ്ദീൻ റൂമി, ഒരു സെലിബ്രേറ്റഡ് പേർഷ്യൻ പോയറ്റും സൂഫി പോയറ്റാണ്. അവര് പറയുന്ന സംഗതി ഉണ്ട് കേട്ടോ, എന്ത് നമ്മള് ഒറ്റയ്ക്ക് ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞാല് 200 വർഷം നമുക്ക് യാത്ര ചെയ്തിട്ട് എത്തേണ്ട സ്ഥലമാണെങ്കിൽ നമ്മൾക്ക് കൂട്ടിനൊരു ഗുരു അല്ലെങ്കിൽ കൂട്ടിന് നമ്മളെ മിറർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ യാത്ര നമുക്ക് ഒരു 100-20 കൊല്ലം വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും എന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ഹൗ എലിവേറ്റഡ് ദാറ്റ് മിറർ ഇസ്, അത് അനുസരിച്ച് നമ്മൾക്ക് എന്താ പറയാ യാത്രേന്റെ കാലാവധി ചുരുക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒരാളുടെ ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്നായിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. പക്ഷെ നിങ്ങളിപ്പോ വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളൊന്ന് പോസ് ചെയ്യുക. എന്ത് സംഭവിക്കുന്നതിന്റെ മുമ്പേ ഒന്ന് നിന്നിട്ട് ഡീപ് ബ്രീത്ത് എടുത്തിട്ട്
ഉള്ളിലോട്ട് ചോദിക്കുക എനിക്കിപ്പോ എന്താണ് തോന്നുന്നത് എന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ തുടങ്ങും. Does that answer your question? സുബ്ഹാനല്ലാ ആ തെറാപ്പി ഒന്ന് പറഞ്ഞുതരോ? സുബ്ഹാനല്ലാ തെരപ്പിയോ? ഞാനിപ്പോ പറഞ്ഞ എനിക്ക് അത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ് തോന്നിയ ആ തെരപ്പിന്റെ കുറിച്ചാ പറയുന്നത്. യെസ്. ഓക്കെ, അത് ബാച്ച് ഫ്ലവർ റെമഡീസ് ആണ് കേട്ടോ. ഫ്ലവർ മെഡിസിൻസ് എന്ന് പറയും. ഹോമിയോപ്പത്തിന്റെ ഒരു ചെറിയ കുട്ടിയാണ് അത്. ഹോമിയോപ്പത്തിന്റെ പല ബ്രാഞ്ചസ് ഉണ്ട്. ബയോകെമിക് റെമഡീസ്, ബാച്ച് ഫ്ലവർ റെമഡീസ് എന്നതൊക്കെ. അപ്പൊ അതിന് ബാച്ച് ഫ്ലവർ റെമഡീസ് എന്ന് പറയുന്ന മരുന്നുകളാണ് എന്ത് സുബ്ഹാനല്ലാഹ് തെരപ്പി എന്ന് പറഞ്ഞത്. ഓക്കെ, സോറി കേട്ടോ, നല്ല രസം ഉണ്ടായിരുന്നു അത്. ഫൈൻ. ബാച്ച് ഫ്ലവർ റെമഡീസ് ബേസിക്കലി എന്താണ്? മരുന്നുകളാണ്. നമ്മുടെ ഹോമിയോ മരുന്നിന്റെ പോലെ തന്നെ തുള്ളി മരുന്നായിട്ട് അല്ലെങ്കിൽ അത് വെള്ളത്തിൽ ഇട്ടിച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് തരും, അല്ലെങ്കിൽ ഗുളികയിൽ ഇട്ട് തരാറുണ്ട്, ബേസ്ഡ് ഓൺ വാട്ട് പ്രിഫറൻസ് എന്താണോ അങ്ങനെ. അപ്പൊ അതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹോമിയോപ്പതി പിന്നെയും നിങ്ങളുടെ ഫിസിയോളജിക്കൽ ഫങ്ഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബോഡി ലെവലിൽ വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ ബാച്ച് ഫ്ലവർ റെമഡി കുറച്ചും കൂടി എനർജറ്റിക് മെഡിസിൻ ആണ്, ഡൈനാമിക് ലെവലിലുള്ള മെഡിസിൻ ആണ്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എന്താ പറയാ, ഇമോഷൻസിനെ, നമ്മുടെ മൈൻഡിനെ, നമ്മുടെ എനർജീനെ തന്നെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ഒക്കെ ചെയ്യും. ഇഫ് നിങ്ങൾ സ്വയം മറ്റേ ടാസ്ക്സ്, ടൂൾസ്, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ റെമഡീസ് ഹെൽപ്പ് ചെയ്യും. പക്ഷെ അപ്പൊ അങ്ങനെ എനർജറ്റിക് സ്റ്റേറ്റും നമ്മുടെ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു റെമഡി ട്രീറ്റ്മെന്റ് ആണ് എന്ത്? ബാച്ച് ഫ്ലവർ റെമഡീസ്. എനിത്തിങ് എൽസ്? ഡോക്ടറെ പരിചയപ്പെടുത്തി. ഞാൻ ഡോക്ടർ സംഗതി നിന്ന് പോയില്ല, അത് ചെയ്തില്ല. ഓക്കെ, ഞാൻ ഡോക്ടർ സുമയ്യ അൽ അൻസാരിയാണ്. എന്താ പറയാ, ഞാൻ ഒരു ഹോമിയോപാത്താണ്, ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ്, സൈക്കോ സ്പിരിച്വൽ കോച്ചാണ്. പിന്നെ എന്താ എന്റെ സ്കൂളിംഗ് കാര്യങ്ങള്, എന്റെ BHMS കഴിഞ്ഞതൊക്കെ ബോംബെയിൽ നിന്നാണ്, മഹാരാഷ്ട്രയിൽ നിന്നാണ്. ഇപ്പൊ ഞാൻ പ്രാക്ടീസിങ് കോഴിക്കോടാണ്. Yeah, that's pretty much that's it about me. ഓക്കെ, അപ്പൊ ഇർഷാദ് സർ സൈനബി മാം പറയൂ. താങ്ക് യു. മാമിനെ കാണാൻ പറ്റുമോ കോഴിക്കോട്? Sure you can. Of course. ഓക്കെ, താങ്ക് യു. അഡ്രസ് പറയൂ. സംസാരിക്കുകയും ചെയ്യാം. നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻസും ഉണ്ട്, ഓഫ്ലൈൻ കൺസൾട്ടേഷൻസും ഉണ്ട്. അപ്പോൾ അഡ്രസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്റെ നമ്പർ ആണ് 7994259944. I repeat, 7994259944. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്പർ കിട്ടാതെ പോയത് ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇർഷാദ് സാറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും കണക്ട് ചെയ്ത് തരും. ഓക്കെ, ഇൻഷാല്ലാ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ തിങ്ക് ഇർഷാദ് സാർ ഇല്ല, അപ്പൊ നമ്മളൊന്ന് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ദുആയിൽ ഓർക്കുക നമ്മുടെയൊക്കെ. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹാവ് എ നൈസ് നൈറ്റ്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.